പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എന്നാത്തിനാച്ചാ ഉടമ്പടി എടുക്കണതെന്ന്. അതിനൊരു ഉത്തരം എന്താ സംഭവം? അതിന് ഉത്തരം നമ്മുടെ സാക്ഷ്യങ്ങൾ തന്നെയാണ്. ജോമേഴ്സിക്ക് ഇടയ്ക്കൊരു പമ്പലുണ്ടാകാനുള്ള അവൾ ഇത്രയും തീഷ്ണമായിട്ട്, ഞാൻ അവളെ വിമർശിക്കത്തില്ല. കാര്യം അവൾക്ക് 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സുള്ള ആളിന് ഇത്രയും വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആളെന്ത് ചെയ്തിരിക്കണത്? ആളെ ചോദിക്കുന്ന മര്യാദയുള്ള കാര്യമാണ്. എന്താണ്? അവൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സിംഗ് സീറ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. അത് അവളുടെ പ്രായത്തിൽ അവൾ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അതിന് അവൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ബാംഗ്ലൂർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കന്നഡ പത്രം എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ വിശ്വാസത്തെ അവൾ സാധൂകരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ അവർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ മലയാളം കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് കന്നഡ പത്രം തന്നെ മേടിച്ചുകൊണ്ട് പോയി അവിടെ എല്ലായിടത്തും പറഞ്ഞ് വിതരണം ചെയ്തിട്ടുണ്ട് ആൾ. കാര്യം എന്താ വെച്ചാൽ ആളിന് വിശ്വാസം വന്നത് എന്താണ്? ആളിന് വിശ്വാസം വരാൻ കാര്യം അമ്മ 2022 ഉടമ്പടിയെടുത്താണ്. ഈ ജോമേശ്വരി അമ്മ 2022 ഉടമ്പടിയെടുത്ത ആളാണ്. അവർക്ക് 15 വർഷമായിട്ട് മൈഗ്രെയിനാണ്. എന്നിട്ട് ഈ ദൈവത്തെ സംശയിക്കരുത്. സംശയിച്ച് പോയാൽ ഇടിച്ച വണ്ടി പോലെയാണത്. വാങ്ങിക്കാമെന്ന് സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. പക്ഷേ മെക്കാനിസം മനസ്സിലാകും. ഇതെവിടെയോ തട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ വണ്ടി കച്ചവടത്തിന് നമ്മൾ ആൾക്കാർക്ക് വണ്ടി കൊടുക്കാൻ നേരത്തെ അവർ വണ്ടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വരണത് ആരുമായിട്ടായിരിക്കും? മെക്കാനിസ്റ്റുമായിട്ടാണ് വരണത്. അവർ വണ്ടി തട്ടി പൊക്കിയൊക്കെ ബാറ്ററി പൊക്കി നോക്കി അവിടെയൊക്കെ നോക്കിയിട്ടും കുലുക്കി നോക്കും. അവർ വണ്ടി ഇങ്ങനെ ഇട്ട് ആട്ടി നോക്കും. ഇത് മെക്കാനിക്സ് പറയും എവിടെയോ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഒന്നിടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ പോയി 10,000 രൂപ. അപ്പം തന്നെ പോയി. ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ 10,000 രൂപ പോയി. അതെന്താ പറഞ്ഞത്? ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും തന്നെ പറഞ്ഞിട്ടില്ല. മെക്കാനിസ്റ്റ് വന്നപ്പോഴാണ് പറയണത് ഒന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ എന്താ പറയും? അപ്പം തന്നെ 10,000 രൂപ പോയി. നിങ്ങളെ കണ്ടാൽ ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10,000 രൂപ പോകും. വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. എപ്പോഴെങ്കിലും ഒരു വട്ടം സംശയിച്ചാൽ 10,000 രൂപ പോകും. അതാണ് വിഷയം. അതിപ്പോൾ ഈ ജോമേരിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. ജോമേരി വിശ്വാസത്തിലെല്ലാം ഓക്കെയാണ്. അവൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ കോൺഫിഡൻസ് പോയെന്നാണ് പറഞ്ഞത്. മതി, വണ്ടി ഇടിച്ച് എൻ്റെ കോൺഫിഡൻസ് പോയി. അത് പ്രഖ്യാപിച്ചോള് എൻ്റെ കോൺഫിഡൻസ് പോയെന്ന്. ഒരിക്കൽ നമ്മൾ വിശ്വാസം വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന വിഷയത്തിന് പുരോഗതി ഇല്ലെങ്കിൽ അത് ദൈവത്തിനിട്ട് പണി കൊടുക്കണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി ഇടിച്ച പോലെയാവും. അയ്യോ, ഈ ആൾക്കാർക്കെല്ലാം പറ്റിക്കുന്ന അബദ്ധം അതാ. വിശ്വാസം കൊണ്ടുപോകുന്ന വിഷയവുമായിട്ട് ഘടിപ്പിക്കും. വിഷയമായിട്ടല്ല ഘടിപ്പിക്കണത്. വിശ്വാസത്തെ വീട്, ജോലി, വിവാഹം, പെൻഷൻ, പ്രോസസ്സ്, PR എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ അതുമായിട്ട് ഘടിപ്പിക്കും. എന്നിട്ട് അതിന് ഡാമേജ് ഉണ്ടാക്കുമ്പോൾ വിശ്വാസത്തിന് ഡാമേജ് ആകും. അപ്പോൾ എന്നാ പറയും? മെക്കാനിക്സ് വന്ന് നോക്കുമ്പോൾ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നിൻ്റെ മൂല്യം പോയി. നിൻ്റെ മൂല്യം 10,000 രൂപ താഴെ പോയി. അത് പക്ഷേ എപ്പോഴും ഈ നിങ്ങൾ വിഷയങ്ങൾ വാട്ട് എവർ ഹാപ്പൻസ്, ഈ ലോകത്ത് ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന മുമ്പ് കുറേ ട്രയൽ ആൻഡ് എററൊക്കെ ഉണ്ടാവും വിശ്വാസത്തിലെ. പക്ഷേ ആ ട്രയൽ ആൻഡ് എററിലൂടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദൈവത്തെ മിസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം നോക്കണം. ദൈവവും വിഷയവുമായിട്ട് കണക്ട് ചെയ്യരുത്. ഈ ഉടമ്പടിക്കാരുടെ ഒരു മിസ്റ്റേക്ക് ഞാൻ നോക്കിയിട്ട് അവർ ഇൻറ്റൻഷനെയും ഫെയ്ത്തുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്കറിയാമല്ല, ഇൻറ്റൻഷൻ ബൈ ഇറ്റ് സെൽഫ് ഈസ് അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്താണ്? ജീസസ് ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്. ഈ നമ്മൾ ജീവിത പ്രതിസന്ധികളിലൂടെ ദൈവത്തെ അവലംബിച്ചുകൊണ്ട് നേടാൻ ശ്രമിക്കുന്നതിൻ്റെ അവസാനത്തിൻ്റെ പേരെന്താണ്? ജീസസ് ക്രൈസ്റ്റ്. അവസാനം എന്താ? ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പല പല നേട്ടങ്ങൾ നേടിയാലും ഈ നേട്ടങ്ങളെല്ലാം യൂസ് ആൻഡ് ത്രോ ആൻഡ് വേസ്റ്റ് ആൻഡ് ഫയറാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ഇതൊന്നും ഈ തീ പിടിക്കാത്ത ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത് നീ ക്രിസ്തുവിൽ നേടിയ കൃപകൾ മാത്രമാണ്. അതുകൊണ്ട് നീൻ്റെ ഈ അനുഗ്രഹം നേടാൻ വേണ്ടിയുള്ള പാച്ചിലിൽ ക്രിസ്തുവിനെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. കൃപമതി
സന്തോഷത്തിന് പാടുക. കൃപ മതി, കൃപ മതി, കൃപ മതി, അളവില്ലാത്ത കൃപ മതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ ജോമേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് തട്ടിയെങ്കിലും കർത്താവിൻ്റെ രീതി അനുസരിച്ച് കർത്താവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. പിന്നീട് റിസൾട്ട് വന്നപ്പോൾ എന്താണ് വെച്ചാൽ അവൾക്ക് 94% മാർക്കാണ് ഉള്ളത്. എന്ത് ചെയ്ത് ഈ സെൻറ്റ് ജോൺസിൽ തന്നെ ഈശോ അവൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും. കാര്യം എന്താണ്? അവളോട് സംസാരിക്കാൻ ആ പ്രായത്തിൽ അങ്ങനെ സംസാരിച്ചാലും മനസ്സിലാകത്തുള്ളൂ. അതാണ് വിഷയം. അവളുടെ പ്രായത്തിന് അങ്ങനെ സംസാരിച്ചാലേ അവൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആ പിടിവാശിയിൽ കർത്താവ് നിന്ന് കൊടുത്തു. ആ പറഞ്ഞ കോളേജിൽ തന്നെ അഡ്മിഷൻ കൊടുത്തു ശരിക്കും. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ട് വന്നിരിക്കുന്ന സാധനം ഈ വണ്ടി ഉള്ളിടത്തോളം കാലം തന്നെ നിലനിൽക്കും. അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിരന്തരമായൊരു, അതായത് ഇനി ഇതിൻ്റെ ഒരു മാർഗം, വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഒരു തട്ടുകേട് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ദൈവത്തിൽ ഒരു കോൺഫിഡൻസ് അല്ലെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യണത് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ പ്രോജക്റ്റ് എടുക്കണം. അതേ ഇതിൻ്റെ മാർഗമുള്ളൂ. ഞാനൊരു ആധ്യാത്മിക ശുശ്രൂഷകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് നൽകുന്നൊരു ഉപദേശമാണ്. ഇൻ കേസ് എവിടെയെങ്കിലും ഇതുപോലെ നിങ്ങൾ വല്ല പൊട്ടത്തറയും വിളിച്ച് പറഞ്ഞ് വിശ്വാസം വണ്ടി ഡാമേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളൊരു മാർഗമെന്ന് പറയണത് നമ്മൾ ദൈവത്തോട് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം ഈശോ പറയണത് എന്താ പറഞ്ഞത്? എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. മനസ്സിലായ? എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ നിങ്ങളുടെ വീട് വലിയ ബംഗ്ലാവ് പോലെ ഇരിക്കുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ എന്താണ്? നിങ്ങൾ സൗഖ്യമായി കണ്ടെത്തുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഈ സൗഖ്യത്തിനും വീടിനും ജോലിക്കും ജീവിതത്തിനും അപ്പുറത്ത് ദൈവം കാണുന്ന തിരുശേഷിപ്പുണ്ട്. അതാണ് വിശ്വാസം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യപുത്രം വരുമ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൃപ മതി, കൃപ മതി, അളവില്ലാത്ത കൃപ മതി, കൃപ മതി, കൃപ മതി, അളവില്ലാത്ത കൃപ മതി. ലൂക്ക 18:8. ഇത് വളരെ സൂക്ഷിക്കുക. ഇന്നത്തെ ഒരു തീമാണിത്. ലൂക്ക 18:8 എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ ഫലങ്ങളല്ല ചോദിക്കണത്. വീട്, ജോലി, വിവാഹം, നിങ്ങളുടെ PR, പെൻഷൻ, ഇങ്ങനെയുള്ള പരിപാടികൾ അതൊന്നും അല്ല ചോദിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ഇങ്ങനെ ഒന്നുമില്ലാതെ ഒന്നും നേടാതെ അവശേഷിക്കുന്ന വിശ്വാസത്തിന് എല്ലാം നേടിയതിനേക്കാൾ വരെയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് പാടാം, സന്തോഷത്തോടെ പാടാം. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നോ വിശ്വസിച്ചു കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നോ വിശ്വസിച്ചു കർത്താവേ. കാണാവൂ വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ ഇതിന് പാരലായിട്ട് പറയാവുന്നൊരു സാക്ഷ്യം ഈ ആഴ്ച സംഭവിച്ചത്